അപ്പൊ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് എന്തായിരുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫണ്ടമെന്റൽസ്. അപ്പൊ ഇനി നമ്മുടെ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ആണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. ഇനി സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് നമുക്ക് പറയാമേ. ഓക്കെ, എന്താ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു സോഫ്റ്റ്വെയർ അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യോ മോഡിഫൈ ചെയ്യോ ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെയായിരിക്കും നമ്മൾ എന്നാന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ഈസ് ദ പ്രോസസ് ഓഫ് മോഡിഫൈങ് ആൻഡ് അപ്ഡേറ്റിംഗ് എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ടു എൻഷുർ ദേ കണ്ടിന്യൂ ടു മീറ്റ് ദ ചേഞ്ചിങ് നീഡ്സ് ഓഫ് യൂസർ ആൻഡ് ബിസിനസ്. ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയറിനെ അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെ മോഡിഫൈ ചെയ്യുകയോ ഒക്കെ ചെയ്യുവാണോ എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അതിനെയായിരിക്കും നമ്മൾ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈഫ് സൈക്കിളിനകത്ത് നമ്മൾ പല ഫേസുകൾ കണ്ടായിരുന്നു. റിക്വയർമെന്റ് അനാലിസിസ് ഉണ്ടായിരുന്നു, ഡിസൈൻ ഉണ്ടായിരുന്നു, കോഡിംഗ് ഉണ്ടായിരുന്നു, ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ വന്ന ഫേസ് എന്തായിരുന്നു? മെയിൻ്റനൻസ്. അപ്പൊ ഇതിനകത്ത് ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതവിടെ പറഞ്ഞിരിക്കുന്നത് ദ ടൈം മെയിൻ്റനൻസ് വെൻ അസോസിയേറ്റഡ് വിത്ത് സോഫ്റ്റ്വെയർ അസ്യൂം എ മീനിങ് the term maintenance when associated with the software assumes the meaning different from the meaning it assumes in any other engineering disciplines. So maintenance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Maintenance refer to process of keeping something in working order. This is in repair. അപ്പൊ എന്താ റിപ്പയർ എന്നുള്ള ഒരു മീനിങ്ങും കൂടെ അതിന് വരുന്നുണ്ട്. റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞത് മാതിരി തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻസ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കും. അതായത് വേർഷൻസ് വ്യത്യാസം വരുമ്പോഴും അങ്ങനെയൊക്കെ അതിനകത്ത് അപ്ഡേഷൻസ് വരുന്നുണ്ട്. അപ്പം എന്താണ് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്തെന്ന് പറഞ്ഞത്? മെയിൻ്റനൻസ് എന്ന് പറഞ്ഞത്. നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിപ്പയറിംഗിന്റെ പാർട്ടായിട്ടാണ് ഇതിനെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് കീ കൺസെപ്റ്റ് ഈസ് ദ key concept of the equipment or machinery due to the use and passage of the time. The aim of maintenance is to therefore keep the object functionality in line with that defined and registered at the time of release. The view of maintenance does not apply the software as the software does not with the use and passage of the time. ഇപ്പൊ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിന്റെ ഒരു എന്താ IEEE ഒരു ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ഈസ് ദി പ്രോസസ് ഓഫ് മോഡിഫൈങ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ഓർ കമ്പോണന്റ് ആഫ്റ്റർ ഡെലിവറി ടു കറക്റ്റ് ഫോൾട്ട്, ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓർ അതർ ആട്രിബ്യൂട്ട് ഓർ അഡാപ്റ്റ് ടു എ ചേഞ്ച് എൻവയോൺമെന്റ്. അപ്പൊ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിന്റെ ഡെഫിനേഷൻ IEEE പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ ആണ് തന്നേക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈസ് ദ പ്രോസസ് ഓഫ് മോഡിഫൈങ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ഓർ കമ്പോണന്റ് after delivery to correct fault, improve performance or other attribute or adapt to a change environment. അതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇനി നീഡ്സ് ഫോർ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിന്റെ മെയിൻ ആയിട്ടുള്ള നീഡ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഹാർഡ്വെയർ ഒബ്സൊളൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് റേറ്റ് ഓഫ് ഹാർഡ്വെയർ ഒബ്സൊളൻസ് ഇൻ കമ്പാരിസൺ ടു ദ immortal software create the demand of user community to see the existing software product run on newer platform in a newer environment and or with the enhanced features. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? ഹാർഡ്വെയർ ഒബ്സൊളൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹാർഡ്വെയർ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? as a changes are introduced in hardware platform, a software product performing some low level functions require maintenance. പിന്നെന്താണ്? എൻവയോൺമെന്റൽ ചേഞ്ച്. എൻവയോൺമെന്റൽ ചേഞ്ച് പറയുമ്പോഴേക്കും എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ചേഞ്ചസ് ഇൻ സപ്പോർട്ട് എൻവയോൺമെന്റ് ഓഫ് എ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് റിക്വയർ റീവർക്ക് ഇൻ ദ സോഫ്റ്റ്വെയർ ടു കോപ്പ് അപ്പ് വിത്ത് ദ ന്യൂവർ ഇന്റർഫേസ്.
പുതിയ ഇന്റർഫേസുകൾ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി കറക്റ്റ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ദ സോഫ്റ്റ്വെയർ ഈസ് മോഡിഫൈഡ് മെയിൻ്റനൻസ് ഈസ് റിക്വയർഡ് ടു മേക്ക് ദ സോഫ്റ്റ്വെയർ എറർ ഫ്രീ. ഇനി എൻഹാൻസ് ഫീച്ചേഴ്സ്. എൻഹാൻസ് റിക്വസ്റ്റഡ് ഇൻ ദ സോഫ്റ്റ്വെയർ ബൈ ദ കസ്റ്റമർ ഫ്രം ടൈം ടു ടൈം റിക്വയർ ആൻഡ് ഗോയിങ് ongoing maintenance activity. Any software portability, ensuring portability of the software across platform, both existing and upcoming require maintenance. ഇനി എന്താണ് കറക്റ്റ് റിക്വയർമെന്റ് ആൻഡ് ഡിസൈൻ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് എവർ ചേഞ്ചിങ് റിക്വയർമെന്റ്സ് ഓഫ് ദി കസ്റ്റമർ ഡ്യൂറിംഗ് ഇത് ഡെവലപ്മെന്റ് പ്രോസസ് ആൻഡ് ഈവൻ ആഫ്റ്റർ ഇംപ്ലിമെന്റേഷൻ നീഡ് ടു ബി ഹാൻഡിൽഡ് ആസ് എ മെയിൻ്റനൻസ് എഫേർട്ട്. ഇനി ഇന്റർഫേസ് വിത്ത് അതർ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കൺവേർട്ട് പ്രോഗ്രാം സോ ദാറ്റ് ഡിഫറെന്റ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സിസ്റ്റം ഫീച്ചേഴ്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ക്യാൻ ബി യൂസ്ഡ്. ഇനി മൈഗ്രേറ്റ് ലെഗസി സിസ്റ്റംസ്. ഇതൊക്കെയാണ് എന്തിന്റെ നീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിന്റെ നീഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് വരുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് വന്നിരിക്കുന്നത്? കറക്റ്റീവ് മെയിൻ്റനൻസ് വരുന്നുണ്ട്, പിന്നെന്താണ് അഡാപ്റ്റീവ് മെയിൻ്റനൻസ് വരുന്നുണ്ട്, പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് വരുന്നുണ്ട്, പ്രിവെന്റീവ് മെയിൻ്റനൻസ് വരുന്നുണ്ട്, എൻഹാൻസീവ് മെയിൻ്റനൻസ് വരുന്നുണ്ട്. അപ്പം ഈ കറക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കറക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന റിയാക്റ്റീവ് മോഡിഫിക്കേഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് പെർഫോംഡ് ആഫ്റ്റർ ഡെലിവറി ടു കറക്റ്റ് ഡിസ്കവേർഡ് പ്രോബ്ലംസ്. അതായത് എന്താ നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസിന്, അതായത് എറേഴ്സ് അല്ലെ ബഗ്ഗുകളില്ലേ, അതിനെ നമ്മൾ ഫിക്സ് ചെയ്ത് എന്ത് ചെയ്യുവാണ്? അതിനെ നമ്മൾ സോൾവ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അതാണ് എവിടെ നടക്കുന്നത്? കറക്റ്റീവിനകത്ത് നടക്കുന്നത്. ഇനി അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമ്മുടെ സിസ്റ്റത്തിനെ ഏത് എൻവയോൺമെന്റിനനുസരിച്ചും എന്താ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് മോഡിഫൈങ് ചെയ്ത സോഫ്റ്റ്വെയർ ടു അഡാപ്റ്റ് ടു ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ് സച്ച് ആസ് ഇൻ യുവർ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം. അതായത് പുതിയ ഹാർഡ്വെയർ ആട്ടെ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസ് ആട്ടെ അതുമായിട്ട് എന്ത് ചെയ്യുക? അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ആപ്റ്റാക്കുക, യൂസ് ചെയ്യുക. അതാണ് എന്തെന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് മോഡിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് പെർഫോംഡ് ആഫ്റ്റർ ഡെലിവറി ടു കീപ്പ് എ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് യൂസബിൾ ഇൻ എ ചേഞ്ച്ഡ് ഓർ ചേഞ്ചിങ് എൻവയോൺമെന്റ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പെർഫെക്റ്റീവ് മെയിൻ്റനൻസ്. അപ്പൊ എന്താ ഈ പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസിങ് ഇത് സോഫ്റ്റ്വെയർ ടു ഇംപ്രൂവ് ഇറ്റ് പെർഫോമൻസ്, എഫിഷ്യൻസി, യൂസബിലിറ്റി. അതായത് നമ്മൾ എന്താണ് ഒരു സോഫ്റ്റ്വെയറിനെ നമ്മൾ അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇംപ്രൂവ് ചെയ്യുക, എന്തൊക്കെയാണ് മോഡിഫൈ ചെയ്യുന്നത്, അതിന്റെ പെർഫോമൻസ്, മെയിൻ്റനബിലിറ്റി, അതേപോലെ തന്നെ അതിന്റെ എഫിഷ്യൻസി ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർഫോമൻസ് മെയിൻ്റനൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് നമ്മൾ പറയുന്നത്? ഇനി എന്താണ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഡിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ആഫ്റ്റർ ഡെലിവറി ടു ഡിറ്റക്ട് ആൻഡ് കറക്റ്റ് ലേറ്റന്റ് ഫോൾട്ട് ഇൻ ദ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ബിഫോർ ദേ ബിക്കം എഫക്റ്റീവ് ഫോൾട്ട്. അപ്പൊ എന്താണ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ആഫ്റ്റർ ഡെലിവറി നമ്മൾ എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിനെ നമ്മൾ എന്താ മോഡിഫൈ ചെയ്യുക. അത് പിന്നെന്താണ് എൻഹാൻസീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് മോഡിഫിക്കേഷൻ ടു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ആഫ്റ്റർ ഡെലിവറി ടു സാറ്റിസ്ഫൈ കസ്റ്റമർ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്റ്റെൻഡഡ് ഫംഗ്ഷനാലിറ്റീസ് ആൻഡ് ഫീച്ചേഴ്സ് ടു സപ്പോർട്ട് അതർ അഡീഷണൽ ആപ്ലിക്കേഷൻസ്. അപ്പൊ ഇതെന്താണ്? കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഈ എൻഹാൻസീവ് മെയിൻ്റനൻസിനകത്ത് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പൊ അഡാപ്റ്റീവ്, പെർഫെക്റ്റീവ് ആൻഡ് എൻഹാൻസീവ് മെയിൻ്റനൻസ് ക്യാൻ ബി കോൾഡ് ആസ് എൻഹാൻസ്മെന്റ്. അപ്പൊ ഇതിനെ എല്ലാത്തിനും നമ്മൾ എന്താന്ന് പറയുന്നത്? എൻഹാൻസ്മെന്റ് എന്നാണ് പറയുന്നത്. കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? കറക്ഷൻസ് എന്ന് പറയുന്നത്. The preventive maintenance is the newest category is defined as maintenance performed for purpose of preventing problems before they occur. അപ്പൊ പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ അതിനെ എന്നാ ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു. ഈ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഈസ് മോസ്റ്റ് ഓഫൺ പെർഫോംഡ് ഓൺ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് വിച്ച് സേഫ്റ്റി ഈസ് ക്രിട്ടിക്കൽ. The distribution of approximate efforts spent during the lifetime of a software project in maintenance has been depicted in a figure. അപ്പൊ ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ലൈഫ് ടൈം ഉള്ള കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഓരോന്നും എങ്ങനെയാണെന്നുള്ളതിന്റെ പൈ ചാർട്ടാണ് തന്നിരിക്കുന്നത്. ഓരോന്നും എത്ര എന്താ പെർസെന്റേജ് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നിനും വേണ്ടിയിട്ട് എഫോർട്ട് ഇടുന്നതെന്ന്, ഓരോ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. അപ്പൊ അതാണ് തന്നിരിക്കുന്നത് കേട്ടോ.
ഇനി സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിന്റെ പ്രോസസ്സ്, അതായത് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതൊരു ലൈഫ് ടൈം പ്രോസസ് ആണെന്ന് പറഞ്ഞു. അപ്പം അതെങ്ങനെയാണ്, ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് അല്ലെ ഏതൊക്കെ ഫേസുകളിലൂടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നാണ് ഈ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് പ്രോസസ്സിനകത്ത് പറയുന്നത്. അതായത് ആ സോഫ്റ്റ്വെയർ ഈസ് ഡ്യൂ ടു മെയിൻ്റനൻസ് ഓയിങ് ടു എനി ഓഫ് ദി റീസൺ സ്റ്റാർട്ടഡ് ഇൻ സെക്ഷൻ 3.3.1. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിന്റെ പ്രോസസ്സ് അല്ലെ ഫേസുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പം 0 to 4 ഫേസ് ആണുള്ളത്. അങ്ങനെ 5 ഫേസുകളാണ് ഇതിന് വരുന്നത്. അപ്പം ഫേസ് 0 എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമൈൻ മെയിൻ്റനൻസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫേസ് 0 എന്ന് പറയുന്നത്. അപ്പൊ ഡിറ്റർമൈൻ മെയിൻ്റനൻസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? ദിസ് ഫേസ് ഇൻവോൾവ്സ് ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ് ഓഫ് മെയിൻ്റനൻസ്. അപ്പൊ എന്താ ഈ ഫേസിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്? ആ പറഞ്ഞിരിക്കുന്ന ഫേസ് 0 എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഡിറ്റർമൈൻ മെയിൻ്റനൻസ് ഒബ്ജക്റ്റ്. അപ്പൊ എന്താണ്? നമ്മൾ ഒബ്ജക്റ്റീവിനെയാണ് നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കറക്റ്റിംഗ് പ്രോബ്ലം എറേഴ്സ്, എൻഹാൻസിങ് കേപ്പബിലിറ്റീസ്, സോഫ്റ്റ്വെയർ പോർട്ടബിലിറ്റി എക്സെട്ര. ഇനി എന്താണ് ഫേസ് 1? ഫേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ മീനിങ് വരുന്നത്? പ്രോഗ്രാം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? The first phase consists of analyzing the program in order to understand. This phase involves analyzing the program complexity, documentation and the program ഡിസ്ക്രിപ്റ്റീവ്നെസ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഫേസ് 1 ചെയ്യുന്ന? പ്രോഗ്രാം അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഈ ഫേസിലാണ് നമ്മൾ ആ പ്രോഗ്രാമിനെ നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നത്. അപ്പൊ ദിസ് ഫേസ് ഇൻവോൾവ് അനലൈസിങ് ദ പ്രോഗ്രാമിന്റെ കോംപ്ലിസിറ്റിയും അതിന്റെ ഡോക്യുമെന്റേഷനും അതിന്റെ ഡിസ്ക്രിപ്റ്റീവ്നെസ്, അതായത് പ്രോഗ്രാമിനെ നമ്മൾ ഓവറോൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ഫേസിലായിരിക്കും. ഇനി എന്താണ് ഫേസ് 2 എന്ന് പറയുന്നത്? ജനറേറ്റിംഗ് പർട്ടിക്കുലർ മെയിൻ്റനൻസ് പ്രപ്പോസൽ. അപ്പൊ എന്താണ്? അതായത് നമ്മളിപ്പോ ആ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് നമ്മുടെ എന്താ സോഫ്റ്റ്വെയർ എന്നുള്ളത് നമ്മളിപ്പം അനലൈസ് ചെയ്തു, നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി എന്താണ്? ഇനിയാണ് നമ്മൾ എന്ത് വെക്കുന്നത്? മെയിൻ്റനൻസ് പ്രപ്പോസൽ നമ്മൾ വെക്കുന്നത്. അതായത് എങ്ങനെയുള്ള പ്രോഗ്രാം ആണെന്ന് ഐഡന്റിഫൈ ചെയ്തെങ്കിലല്ല അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെയാണ് മെയിൻ്റനൻസ് പ്രപ്പോസൽ നമ്മൾ വെക്കുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. With the second phase consists of generating a particular maintenance proposal to accomplish the implementation of a maintenance objective. ഇനി എന്താണ്? റിപ്പിൾ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് തേർഡ് ഫേസ് കൺസിസ്റ്റ് ഓഫ് അക്കൗണ്ടിങ് ഫോർ ഓൾ ഇത് റിപ്പിൾ എഫക്റ്റ് ആസ് എ കോൺസിക്വൻസ് ഓഫ് പ്രോഗ്രാം മോഡിഫിക്കേഷൻസ്. അപ്പം തേർഡ് ഫേസ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? റിപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ റിപ്പിൾ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ മീനിങ് വരുന്നത്? റിപ്പിൾ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ മെയിൻ്റനൻസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് അല്ലെ കോൺസിക്വൻസ് അല്ലെ ഒരു ആക്ഷൻസ് ഉണ്ടല്ലോ. അപ്പം അതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? റിപ്പിൾ എഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി എന്താണ്? മോഡിഫൈഡ് പ്രോഗ്രാം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഫോർത്ത് ഫേസ് കൺസിസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് ഈസ് മോഡിഫൈഡ് പ്രോഗ്രാം ടു എൻഷുർ ദാറ്റ് ദ മോഡിഫൈഡ് പ്രോഗ്രാം ഹാസ് അറ്റ്ലീസ്റ്റ് സെയിം റിലയബിലിറ്റി ലെവൽ ആസ് ബിഫോർ. അതാണ് മോഡിഫൈഡ് പ്രോഗ്രാം ടെസ്റ്റിംഗ്. അതായത് നമ്മൾ പ്രോഗ്രാം മോഡിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. അതായത് കറക്റ്റ് ആയിട്ടാണോ, അതായത് എന്ത് മോഡിഫിക്കേഷൻ വരുത്തിയാലും നമ്മൾ ഫസ്റ്റ് അതായത് ടോപ്പ് ടു ബോട്ടം നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനെ നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ സിസ്റ്റം കറക്റ്റ് ആയിട്ടാണോ, അക്യുറേറ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, പുതിയ മോഡിഫിക്കേഷൻസ് വരുത്തിയപ്പോൾ അത് വേറെ ഏതെങ്കിലും മൊഡ്യൂളിനെ അഫക്ട് ചെയ്തോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് എവിടെ നടത്തുന്ന ഫേസ് 4 നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? മോഡിഫൈഡ് പ്രോഗ്രാം ടെസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഡയഗ്രം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോസസ് ഓഫ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിന്റെ ഡയഗ്രം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്? ഡിറ്റർമൈൻ മെയിൻ്റനൻസ് ഒബ്ജക്റ്റീവ് ഉണ്ട്, പ്രോഗ്രാം അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ജനറേറ്റ് പർട്ടിക്കുലർ മെയിൻ്റനൻസ് പ്രപ്പോസൽ, റിപ്പിൾ എഫക്റ്റ്, മോഡിഫൈഡ് പ്രോഗ്രാം ടെസ്റ്റിംഗ്. ഇത്രയാണ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് പ്രോസസ് അല്ലെ ഫേസുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോണം. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് പ്രോസസ് അല്ലെ ഫേസുകൾ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് മോഡലുകളാണ് പറഞ്ഞിരിക്കുന്നത്. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് പ്രൊവൈഡ് ചെയ്യുന്ന എന്തായിരിക്കും? ഒരു ഫ്രെയിം വർക്ക്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? നമ്മുടെ എക്സിക്യൂട്ടിംഗ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ആക്ടിവിറ്റീനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ആണ് എന്തെന്ന് പറയുന്നത്? ഈ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് മോഡൽസ് എന്ന് പറയുന്നത് കേട്ടോ. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് മോഡൽസ് ഈസ് എ ഫ്രെയിം വർക്ക് ദാറ്റ് യൂസ്ഡ് ഫോർ മാനേജിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ്. എന്തായിരിക്കും മാനേജിങ് ആൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ഫേസ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? ക്വിക്ക് ഫിക്സ് മോഡൽ ആണ് തന്നിരിക്കുന്നത്. ക്വിക്ക് ഫിക്സ് മോഡൽ ഉണ്ട്, പിന്നെ ഐട്രേറ്റീവ് എൻഹാൻസ്മെന്റ് മോഡൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് റിയൂസ് ഓറിയന്റഡ് മോഡൽ ഉണ്ട്, പിന്നെ നമുക്ക് വരുന്ന ബൊഹം മോഡൽ വരുന്നുണ്ട്, പിന്നെ സ്റ്റാറ്റു മെയിൻ്റനൻസ് മോഡൽ നമുക്ക് വരുന്നുണ്ട്. ഇത്രയും മോഡലുകളാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആദ്യം നമ്മുടെ എന്താണ്? ക്വിക്ക് ആൻഡ് ഫിക്സ് മോഡൽ. അപ്പൊ ക്വിക്ക് ആൻഡ് ഫിക്സ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? This is basically an ad hoc approach to maintenance of a software. It is a firefighting approach, waiting the problem to occur, then trying to fix it as quickly as possible. അപ്പൊ എന്താണ്? നമ്മൾ പെട്ടെന്ന് തന്നെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പൊ എന്താ? പെട്ടെന്ന് നടക്കുന്ന, ക്വിക്കായിട്ട് നടക്കുന്ന ഒരു മോഡലാണ്. അതായത് ക്വിക്കായിട്ട് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, പിന്നെന്താണ്? അതിന്റെ സൊല്യൂഷൻ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്തു. അതാണ് ക്വിക്ക് ഫിക്സ് മോഡൽ എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ദിസ് ഈസ് ദ ബേസിക്കലി ആൻ അഡ് ഹോക് അപ്രോച്ച് ടു മെയിൻ്റനൻസ് ഓഫ് സോഫ്റ്റ്വെയർ. It is firefighting approach, waiting for the problem to occur and then trying to fix it as quickly as possible. അപ്പൊ കണ്ടോ കാണിച്ചിരിക്കുന്നത്? പ്രോബ്ലം ഡിറ്റക്ഷൻ, പ്രോബ്ലം ഫിക്സിങ്. ഇനി നെക്സ്റ്റ് എന്താണ്? ഐട്രേറ്റീവ് എൻഹാൻസ്മെന്റ് മോഡൽ. അപ്പൊ ഈ ഐട്രേറ്റീവ് എൻഹാൻസ്മെന്റ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? Iterative enhancement model. Iterative enhancement model എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മെയിൻ്റനൻസ് പ്രോസസ്സിനെ ചെറിയ ചെറിയ ഐട്രേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മെയിൻ്റനൻസ് പ്രോസസ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐട്രേറ്റീവ് എൻഹാൻസ്മെന്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ദിസ് മോഡൽ ഇൻവോൾവ്സ് ബ്രേക്കിംഗ് ഡൗൺ മെയിൻ്റനൻസ് പ്രോസസ് ഇൻ ടു സ്മോളർ മാനേജബിൾ ഐട്രേഷൻ. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഐട്രേറ്റീവ് എൻഹാൻസ്മെന്റ് മോഡലിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദിസ് മോഡൽ ഇൻവോൾവ്സ് breaking down the maintenance process into smaller manageable iterations. ഓക്കെ, അപ്പൊ ഇവിടെ ആണെങ്കിലും തന്നിരിക്കുന്ന കണ്ടോ? ഇത് മോഡൽ കൺസിസ്റ്റ് ഓഫ് 3 സ്റ്റേജസ് ഇൻ ഈച്ച് ഐട്രേഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? അതായത് നമ്മളും ഇപ്പൊ കണ്ടു ബ്രേക്കിംഗ് ഡൗൺ ചെയ്യുവാണെന്ന് പറഞ്ഞു പല പല ഐട്രേഷൻസ് ആയിട്ട്. അപ്പൊ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അനാലിസിസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം. ദിസ് ഇൻക്ലൂഡ് സ്റ്റഡി ഓഫ് എക്സിസ്റ്റിംഗ് സിസ്റ്റം. അപ്പൊ എന്താണ്? ആദ്യം എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ എന്നാ ചെയ്തു? അനലൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്?
ക്യാരക്ടറൈസേഷൻ ഓഫ് പ്രപ്പോസ്ഡ് മോഡിഫിക്കേഷൻസ്. പിന്നെ എന്തുവാ ചെയ്യുന്നത്? റീഡിസൈൻ ദ കറന്റ് വേർഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അപ്പൊ അനലൈസ് ചെയ്യുക, പ്രപ്പോസ്ഡ് മോഡിഫിക്കേഷൻസിനെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുക, പിന്നെന്താണ് കറന്റ് വേർഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ നമ്മൾ റീഡിസൈൻ ചെയ്യുക. അപ്പൊ കണ്ടോ ഡയഗ്രം തന്നിരിക്കുന്നത്, അനലൈസ് എക്സിസ്റ്റിംഗ് സിസ്റ്റം, ക്യാരക്ടറൈസ് പ്രപ്പോസ്ഡ് മോഡിഫിക്കേഷൻസ്, റീഡിസൈൻ കറന്റ് വേർഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഐറ്ററേറ്റീവ് എൻഹാൻസ്മെന്റ് മോഡൽ എന്ന് പറയുന്നത്. ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ ആ 3 ഫേസുകൾ. ഇതിവിടെ തൊട്ടിട്ടാണ് ഡയഗ്രം ഉൾപ്പെടെ ഒന്ന് നോക്കിക്കേ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന മോഡൽ എന്ന് പറയുന്നത് എന്താണ്? റിയൂസ് ഓറിയന്റഡ് മോഡൽ ആയിരിക്കും കേട്ടോ. അപ്പൊ റിയൂസ് ഓറിയന്റഡ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ മോഡൽ ഡെവലപ്പ് ചെയ്ത് ബിൽഡ് ചെയ്തിട്ട് ആ കമ്പോണൻസിനെ നമ്മൾ എന്നാ ചെയ്യുന്നു? റീയൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? റിയൂസ് ഓറിയന്റൽ മോഡൽ എന്ന് നമ്മൾ പറയുന്നത്. അതായത് റിയൂസ് മോഡൽ ഇൻവോൾവ്സ് ബിൽഡിംഗ് ആൻഡ് ദെൻ റീയൂസിങ് ഇൻ ദ സോഫ്റ്റ്വെയർ കമ്പോണൻസ്. ഓക്കെ, ഇത് റിയൂസ് ഓറിയന്റൽ മോഡൽ ബിൽഡിംഗ് ആൻഡ് ദെൻ reusing. The reuse oriented model building and then reusing is the software components. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിയൂസ് ഓറിയന്റഡ് മോഡൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതിനകത്ത് എന്തൊക്കെയാ വരുന്നത് കണ്ടോ? അതിന്റെ ഫേസുകൾ തന്നിരിക്കുന്നുണ്ടോ? ഐഡന്റിഫിക്കേഷൻ ഓഫ് പാർട്സ് ഓഫ് ദി ഓൾഡ് സിസ്റ്റം ആൻഡ് ദെൻ കാൻഡിഡേറ്റ് ഫോർ റീയൂസ്. പിന്നെന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ദിസ് സിസ്റ്റം പാർട്ട്, മോഡിഫിക്കേഷൻ ഓഫ് ഓൾഡ് സിസ്റ്റം പാർട്ട് അപ്രോപ്രിയേറ്റ് ടു ന്യൂ റിക്വയർമെന്റ്, ഇന്റഗ്രേഷൻ ഓഫ് മോഡിഫൈഡ് പാർട്ട് ഇൻ ടു ന്യൂ സിസ്റ്റംസ്. ഓക്കെ, അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റിയൂസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ അതിനകത്ത് ചെയ്യുന്നത്? അതായത് ഓൾഡ് സിസ്റ്റത്തിന്റെ പാർട്ടിനെ നമ്മൾ ആദ്യമേ എന്നാ ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു, എന്നിട്ടാണ് നമ്മൾ റീയൂസ് ചെയ്യുന്നത്. പിന്നെ ആ സിസ്റ്റം പാർട്ട് നമ്മൾ മനസ്സിലാക്കി, പിന്നെന്താണ്? ഓൾഡ് സിസ്റ്റത്തിനെ ന്യൂ സിസ്റ്റം റിക്വയർമെന്റിലേക്ക് നമ്മൾ മോഡിഫൈ ചെയ്തു. പിന്നെന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് മോഡിഫൈഡ് പാർട്സ് ഇൻ ടു ന്യൂ സിസ്റ്റം. അപ്പൊ കണ്ടോ ഇവിടെ തന്നിരിക്കുന്നു, ഓൾഡ് സിസ്റ്റം, അതിന്റെ റിക്വയർമെന്റ്, ഡിസൈൻ, കോഡ്, ടെസ്റ്റും ഒക്കെ നമ്മൾ എടുത്തു, ഒരു റിപ്പോസിറ്ററിയിലേക്ക് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് അതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? ന്യൂ സിസ്റ്റം മോഡലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തു. അതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? റിയൂസ് ഓറിയന്റഡ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് ഫേസുകളിലൂടെ ഇത് കടന്നു പോകുന്നത്? ഇത് എന്തിന്റെ ഫേസുകൾ അവിടെ തന്നിരിക്കുന്ന? റിക്വയർമെന്റും ഡിസൈനും കോഡിങ്ങും ടെസ്റ്റിങ്ങും ഒക്കെ എന്നാത്തിന്റെ ഫേസുകളാണ്? നമ്മുടെ SDLCയുടെ ഫേസുകളാണ്. അപ്പൊ ഓൾഡ് സിസ്റ്റത്തിന്റെ ആ ഫേസുകൾ ഒരു റിപ്പോസിറ്ററിയിലൂടെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തു? പുതിയ സിസ്റ്റത്തിന്, ന്യൂ സിസ്റ്റത്തിന്റെ ഫേസുകളായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എന്താണ്? അപ്പം ഇതൊന്ന് നോക്കിക്കേ, നമ്മുടെ ഏതാണ് ഈ മോഡൽ? ഏതാ? റിയൂസ് ഓറിയന്റഡ് മോഡൽ.
ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് എന്താണ് മോഡല്? ബൊഹം മോഡലാ കേട്ടോ. ഇനി അത് നോക്കാമേ. അപ്പം ബൊഹം മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ തന്നിരിക്കുന്ന വായിച്ചേ, ബൊഹം മോഡൽ. ഇതുണ്ട്. The maintenance process model proposed by Boham is based on economic models and principles. അപ്പൊ ഇത് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നത്? എക്കണോമിക് മോഡൽസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ബൊഹം തിയറി ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്കണോമിക്സ് മോഡൽസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഒരു ക്ലോസ്ഡ് ലൂപ്പ് സൈക്കിൾ ആയിരിക്കും. കണ്ടോ, ഹി റെപ്രസെന്റ് ഇത് മെയിൻ്റനൻസ് പ്രോസസ് ആസ് എ ക്ലോസ്ഡ് ലൂപ്പ് സൈക്കിൾ. He represent the maintenance process as a closed loop cycle. കണ്ടോ, മാനേജ്മെന്റ് ഡിസിഷൻ, പിന്നെന്താണ് അപ്രൂവ്ഡ് ചേഞ്ചസ്. അത് ആദ്യം എന്താണ്? പ്രപ്പോസ്ഡ് ചേഞ്ചസ് ഉണ്ട്, പിന്നെ എന്താണ്? മാനേജ്മെന്റ് ഡിസിഷൻ ഉണ്ട്, അപ്രൂവ്ഡ് ചേഞ്ചസ് ഉണ്ട്, ചേഞ്ച് ഇംപ്ലിമെന്റേഷൻ ഉണ്ട്, ന്യൂ വേർഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ട്, പിന്നെ ഇവാലുവേഷൻ, പ്രപ്പോസ്ഡ് ചേഞ്ച്, മാനേജ്മെന്റ് ഡിസിഷൻ, അപ്രൂവ്ഡ് ചേഞ്ച്, ചേഞ്ച് ഇംപ്ലിമെന്റേഷൻ, ന്യൂ വേർഷൻ ഓഫ് സോഫ്റ്റ്വെയർ. അങ്ങനെ എന്താണ്? ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക. അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് സൈക്കിൾ ആയിട്ടായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ ബൊഹം മോഡൽ എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ബൊഹം മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മെയിൻ്റനൻസ് പ്രോസസ് അല്ലെ മോഡൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആരായിരിക്കും? ബൊഹം ആയിരിക്കും. അതെന്ന് പറയുന്നത് എന്താണ്? ഫോളോ ചെയ്യുന്നത് എന്താണ്? എക്കണോമിക് മോഡൽസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ് അത് ഫോളോ ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഒരു ക്ലോസ്ഡ് ലൂപ്പ് സൈക്കിൾ ആയിട്ടായിരിക്കും ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ബൊഹം മോഡലിനകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടാറ്റു മെയിൻ്റനൻസ് മോഡൽ ആണ് വരുന്നത്. ടാറ്റു മെയിൻ്റനൻസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി മെയിൻ്റനൻസ് മോഡൽ ആണ്. അത് ഫോക്കസ് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ ആൻഡ് മാനേജീരിയൽ ആസ്പെക്ട് ഓഫ് എ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് കേട്ടോ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ്റനൻസ് മോഡലിനെയാണ് നമ്മൾ ടാറ്റു മെയിൻ്റനൻസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്ത ബാർബറ ടാറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേരും വന്നത് കേട്ടോ. ടാറ്റു മോഡൽ എന്ന് അതിന് പേര് വരാനുള്ള റീസണും അതാണ്. അതായത് ബാർബറ ടാറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് അപ്പം ഇത് ടാറ്റു മെയിൻ്റനൻസ് മോഡൽ ഈസ് എ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് മോഡൽ ദാറ്റ് ഫോക്കസ് ഓൺ ഓർഗനൈസേഷണൽ ആൻഡ് മാനേജീരിയൽ ആസ്പെക്ട് ഓഫ് എ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ്. ഓക്കെ, ഇത് ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ്? ഇറ്റ് ഫോക്കസ് ഓൺ ഓർഗനൈസേഷണൽ ആൻഡ് മാനേജീരിയൽ ആസ്പെക്ട് ഓഫ് എ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ്. അപ്പം ഇതിനകത്ത് എത്ര ഫേസുകളാണ് വരുന്നത്? ടാറ്റു മെയിൻ്റനൻസ് മോഡലിനകത്ത് എത്ര ഫേസ് വരുന്നുണ്ട്? ഇവിടെ 8 ഫേസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ചേഞ്ച് റിക്വസ്റ്റ് ഫേസ് ഉണ്ട്, എസ്റ്റിമേറ്റ് ഫേസ് ഉണ്ട്, ഷെഡ്യൂൾ ഫേസ് ഉണ്ട്, പ്രോഗ്രാമിംഗ് ഫേസ് ഉണ്ട്, ടെസ്റ്റ് ഫേസ് ഉണ്ട്, ഡോക്യുമെന്റേഷൻ ഫേസ് ഉണ്ട്, റിലീസ് ഫേസ് ഉണ്ട് ആൻഡ് ഓപ്പറേഷൻ
ഫേസ് ഉണ്ട്. ഇത്രയും ഫേസുകളാണ് എന്തിനകത്ത് വന്നിരിക്കുന്നത്, നമ്മുടെ ഈ സ്റ്റാറ്റ്യൂ മെയിൻ്റനൻസ് മോഡലിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ചേഞ്ച് റിക്വസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചേഞ്ചസ് ആർ അക്സെപ്റ്റഡ് ഫ്രം ദി കസ്റ്റമർ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്, ചേഞ്ച് റിക്വസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഇനി എസ്റ്റിമേറ്റ് ഫേസ് എന്ന് പറഞ്ഞാലോ, ഇത് എഫേർട്ട് ആൻഡ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ആർ കമ്പ്യൂട്ട് ഫോർ ദി റിക്വസ്റ്റഡ് ചേഞ്ചസ്. പിന്നെന്താണ് ഷെഡ്യൂൾ ഫേസ്. ഷെഡ്യൂൾ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെഡ്യൂൾ ഫോർ ദി വർക്ക് ടു ബി ഡൺ ഈസ് പ്രിപ്പയർഡ് ഫോർ ഇൻകോപ്പറേറ്റിംഗ് ഇത് ചേഞ്ചസ്. പിന്നെന്താണ് പ്രോഗ്രാമിംഗ് ഫേസസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചേഞ്ചസിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഇനി ടെസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ദ മോഡിഫൈഡ് സോഫ്റ്റ്വെയർ ഈസ് ടെസ്റ്റഡ്. ഇനി ഡോക്യുമെന്റേഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് ഡോക്യുമെന്റേഷൻ ഫോർ ദ ടെസ്റ്റഡ് സോഫ്റ്റ്വെയർ ഈസ് പ്രിപ്പയർഡ്. ഇനി റിലീസ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് മോഡിഫിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് റിലീസ്ഡ്. ഇനി ഓപ്പറേഷൻ ഫേസ്, അവിടെ എന്തായിരിക്കും, ഇത് മോഡിഫൈഡ് സോഫ്റ്റ്വെയർ ഈസ് ഫൈനലി fully operational after correcting the പോസ്റ്റ് റിലീസ് ബഗ്സ്. അപ്പൊ ഓപ്പറേഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതായത് നമ്മൾ റിലീസിന് മുന്നേ നമ്മൾ അതിനകത്ത് ബഗ്സോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എന്താണ് നമ്മളത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പൊ ആ ഒരു ഫേസിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്, ഓപ്പറേഷണൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റ്യൂ മെയിൻ്റനൻസ് മോഡൽസിനകത്ത് 8 ഫേസുകളാണുള്ളത്. ചേഞ്ച് റിക്വസ്റ്റ് ഫേസ്, എസ്റ്റിമേറ്റ് ഫേസ്, ഷെഡ്യൂൾ ഫേസ്, പ്രോഗ്രാമിംഗ് ഫേസ്, ടെസ്റ്റ് ഫേസ്, ഡോക്യുമെന്റേഷൻ ഫേസ്, റിലീസ് ഫേസ് ആൻഡ് ഓപ്പറേഷൻ ഫേസ്. ഓക്കെ, അപ്പൊ ഇത്രയും ഫേസുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതിന്റെ ഡയഗ്രം ഇതാണ്ട് താഴെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ. ചേഞ്ച് റിക്വസ്റ്റ്, എസ്റ്റിമേറ്റ്, ഷെഡ്യൂള്, പ്രോഗ്രാം, ടെസ്റ്റ്, ഡോക്യുമെന്റേഷൻ, റിലീസ്, ഓപ്പറേഷൻ. അപ്പൊ അത് വീണ്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഈ പ്രോസസ്സുകൾ. അപ്പൊ അതാണ് അത് എന്താണ് ഒരു സൈക്കിൾ ആയിട്ടല്ലേ കാണിച്ചിരിക്കുന്നത്. ഡോക്യുമെന്റേഷൻ, റിലീസ്, ഓപ്പറേഷൻ, വീണ്ടും എങ്ങോട്ടേക്ക് വന്നു, ചേഞ്ച് റിക്വസ്റ്റ്, എസ്റ്റിമേറ്റ്, ഷെഡ്യൂൾ, പ്രോഗ്രാം, ടെസ്റ്റ്, ഡോക്യുമെന്റേഷൻ, റിലീസ്, ഓപ്പറേഷൻ. അപ്പം ഇതാണ് എന്താന്ന് പറയുന്നത് നമ്മൾ സ്റ്റാറ്റ്യൂ മെയിൻ്റനൻസ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അതും കൂടി ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് കൺസെപ്റ്റ് റീ എഞ്ചിനീയറിംഗ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. റീ എഞ്ചിനീയറിംഗും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്.
നമുക്ക് നോക്കാം റിവേഴ്സ് ആൻഡ് റീ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ് എന്താന്ന് നോക്കാം. ഈ രണ്ട് കൺസെപ്റ്റുകൾ ഇമ്പോർട്ടന്റ് ആട്ടോ, എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഈ റിവേഴ്സ് ആൻഡ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ റിവേഴ്സ് എഞ്ചിനീയറിംഗ്. ഇപ്പൊ റിവേഴ്സ് എഞ്ചിനീയറിംഗിനകത്ത് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അനലൈസിംഗ് എ സബ്ജക്ട് സിസ്റ്റം ടു ഐഡന്റിഫൈ സിസ്റ്റംസ് കമ്പോണൻസ് ആൻഡ് their interrelationships and to create representations of the system in another form or at a higher level of abstraction. Accordingly, reverse engineering is a process of examination, not a process of change, and therefore it does not involve changing the software under examination. One type of reverse engineering is redocumentation. Redocumentation is the recreation of a semantically equivalent representation within the same relative abstraction level. Another type is design recovery. Design recovery is entitled identifying and extracting meaningful higher level abstractions beyond those obtained directly from an examination of the source code. This may be achieved from the combination of code, existing design document, personal experience and knowledge of the problem and application domain. Then refactoring, a program transformation that recognize a program without changing its behavior is now being used in reverse engineering to improve the structure of the object oriented പ്രോഗ്രാംസ്. അപ്പൊ എന്താ ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന ആ ഒരു പാരഗ്രാഫിനകത്ത് നിന്ന് എന്തെങ്കിലും മനസ്സിലായോ? റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. കാരണം സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിനകത്ത് തന്നിരിക്കുന്നതാണ് അല്ലേ? അപ്പൊ എന്താ ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അതായത് നമുക്ക് ഓൾറെഡി ഉള്ള ഒരു പ്രോസസ്സിനെ, അതായത് ഓൾറെഡി ഉള്ള ഒരു എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനെ എന്നാ ചെയ്യുക? റീക്രിയേറ്റ് ചെയ്യുക, അല്ലെ അതിനെ മോഡിഫൈ ചെയ്യുമായിരിക്കും എവിടെ ചെയ്യുന്നത്? നമ്മൾ ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? ഒന്നെങ്കിൽ നമ്മൾ കോഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും? ഡിസൈൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ എന്തായിരിക്കും? റീഡോക്യുമെന്റ് ചെയ്യുമായിരിക്കും ഒന്നെങ്കിൽ ചെയ്യുന്നത്. അതായത് ഡോക്യുമെന്റേഷൻ സൈഡ് നമ്മൾ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ നമ്മൾ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് റീഫാക്ടറിങ്, അതായത് കോഡ് നമ്മൾ ചേഞ്ച് ചെയ്യുമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞുതരാം, ഒന്ന് എഴുതി വെച്ചോ. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് reverse engineering is the process of reverse engineering is the process of reverse engineering is the process of analyzing and understanding analyzing and understanding either design architecture, either design architecture and either design architecture and functionality of design architecture and functionality of existing software systems functionality of existing software systems often to recreate or modify them. Often to recreate or modify them. Often to recreate or modify them. When the reverse engineering is the process of analyzing and understanding the design, architecture and the functionality of existing software systems, often to recreate or modify them. അതാണ് എന്തെന്ന് പറയുന്നത്? റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്.
പിന്നെ ഒരു സെക്കൻഡ് ഒരു പോയിന്റ് കൂടെ എഴുതിക്കോ. ഇത് പ്രൈമറി ഗോൾ ഓഫ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഈസ് the primary goal of reverse engineering is to the primary goal of reverse engineering is to the primary goal of reverse engineering is to gain insight into the gain insight INSIGHT gain 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 insight 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 into the internal working of the software system. Internal working of the software system. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്തിനെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് റിവേഴ്സ് എഞ്ചിനീയറിംഗിനകത്ത് അതിന്റെ ഇന്റേണൽ വർക്കിങ്ങിനെ ആയിരിക്കും അവര് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഇന്റേണൽ വർക്കിംഗ് അത് ഇംപ്രൂവ് ചെയ്യാനായിരിക്കും ഇവർ ശ്രമിക്കുക ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗിനകത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് പറയുന്നുണ്ട് ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ്. റീഡോക്യുമെന്റേഷൻ, ഡിസൈൻ റിക്കവറി ആൻഡ് റീഫാക്ടറിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് റിവേഴ്സ് എഞ്ചിനീയറിംഗിനകത്ത് ഓൾദോ സോഫ്റ്റ്വെയർ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഒറിജിനേറ്റഡ് ഇൻ സോഫ്റ്റ്വെയർ മെയിൻ്റെനൻസ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു മെനി പ്രോബ്ലം എറേസസ്. 6 കീ ഒബ്ജക്റ്റീവ് ഓഫ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് സാർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നുണ്ട്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? കോപ്പി വിത്ത് കോംപ്ലിസിറ്റി, പിന്നെന്താണ് ജനറേറ്റിംഗ് ആൾട്ടർനേറ്റീവ് വ്യൂസ്, പിന്നെന്താണ് റിക്കവറിംഗ് ലോസ്റ്റ് ഇൻഫർമേഷൻ, പിന്നെ ഡിറ്റക്ടിങ് സൈഡ് എഫക്റ്റ്, പിന്നെന്താണ് synthesizing higher abstractions, facilitating reuse. ഇതൊക്കെയാണ് ഇതിന്റെ കീ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്താണ്? കോപ്പിയും വിത്ത് കോംപ്ലിസിറ്റി ഉണ്ട്, ജനറേറ്റിംഗ് ആൾട്ടർനേറ്റീവ് വ്യൂസ്, റിക്കവറിംഗ് ലോസ്റ്റ് ഇൻഫർമേഷൻസ്, ഡിറ്റക്ടിങ് സൈഡ് എഫക്ട്, സിന്തസൈസിങ് ഹയർ അബ്സ്ട്രാക്ഷൻസ്, ഫെസിലിറ്റേറ്റിംഗ് റീയൂസ്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഹാസ് ബീൻ വ്യൂഡ് ആസ് എ 2-step പ്രോസസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ ആൻഡ് അബ്സ്ട്രാക്ഷൻ ആണ് ഇതിന്റെ രണ്ട് 2-step പ്രോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ലാസ്റ്റ് പാരഗ്രാഫ്, ഈ പാരഗ്രാഫിനകത്ത് കേട്ടോ. ഇവിടെ reverse engineering has been viewed as a 2-step process, information extraction and abstraction. അപ്പോൾ information extraction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? information extraction analyze the subject from artifact, primarily the source code to gather raw data, whereas information abstraction create user oriented documents and വ്യൂസ്. ഇൻഫർമേഷൻ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞിരിക്കുന്നത്? അത് എന്തിനെ അനലൈസ് ചെയ്യുന്നത്? അനലൈസ് ചെയ്ത സബ്ജക്ട് സിസ്റ്റം ആർട്ടിഫാക്ട്, പ്രൈമർലി ഇതാ സോഴ്സ് കോഡ് അല്ലെ. സോഴ്സ് കോഡിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവിടെ അനലൈസ് ചെയ്യുന്നത്. പിന്നെന്താണ്? ഇൻഫർമേഷൻ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂസർ ഓറിയന്റഡ് ഡോക്യുമെന്റ്സ് ആൻഡ് വ്യൂസ് ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന IEEE സ്റ്റാൻഡേർഡ് ഫോർ ദി സോഫ്റ്റ്വെയർ മെയിൻ്റെനൻസ് സജസ്റ്റ് ദാറ്റ് ദ പ്രോസസ് ഓഫ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഇൻവോൾവ്സ് ഫോളോയിങ് 6 സ്റ്റെപ്സ്. അപ്പൊ IEEEക്കകത്ത് IEEE ഇൻവോൾവ് ചെയ്തിരിക്കുന്ന അല്ലെ അവർ പറഞ്ഞിരിക്കുന്ന ഫേസുകൾ, മെയിൻ്റെനൻസ് ഫേസുകളാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഡിസെക്ഷൻ ഓഫ് ദി സോഴ്സ് കോഡ് ഇൻടു ഫോർമൽ യൂണിറ്റ്, പിന്നെന്താണ്? സെമാന്റിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫോർമൽ യൂണിറ്റ് ആൻഡ് ക്രിയേഷൻ ഓഫ് ഫങ്ഷണൽ യൂണിറ്റ്, description of links for each unit, creation of a map of all unit and successions of consecutively connected unit, linear circuits.
പിന്നെന്താണ് ഡിക്ലറേഷൻ ആൻഡ് സെമാന്റിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് സിസ്റ്റം ആപ്ലിക്കേഷൻസ്, പിന്നെ ക്രിയേഷൻ ഓഫ് അനാട്ടമി ഓഫ് ദി സിസ്റ്റം. അപ്പൊ ഈ സ്റ്റെപ്പുകളൊക്കെയാണ് ആര് പറഞ്ഞിരിക്കുന്ന മെയിൻ്റനൻസിനകത്ത് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഫേസുകൾ. IEEE സ്റ്റാൻഡേർഡ് ഫേസുകളാണ് തന്നിരിക്കുന്നത്. ആദ്യം എന്താണ് ഡിസക്ഷൻ ഓഫ് സോഴ്സ് കോഡ് ഇൻറ്റു ഫോർമൽ യൂണിറ്റ്, പിന്നെന്താണ് സെമാന്റിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫോർമൽ യൂണിറ്റ് ആൻഡ് ക്രിയേഷൻ ഓഫ് ദിസ് ഫങ്ഷണൽ യൂണിറ്റ്, പിന്നെന്താണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ലിങ്ക്സ് ഫോർ ഈച്ച് യൂണിറ്റ്, പിന്നെ ക്രിയേഷൻ ഓഫ് എ മാപ്പ് ഓഫ് ഓൾ യൂണിറ്റ് ആൻഡ് സക്സഷൻ ഓഫ് കോൺസിക്യൂട്ടീവ്ലി കണക്റ്റഡ് യൂണിറ്റ്, പിന്നെ ഡിക്ലറേഷൻ ആൻഡ് സെമാന്റിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് സിസ്റ്റം ആപ്ലിക്കേഷൻസ്, പിന്നെ ക്രിയേഷൻ ഓഫ് ആൻ അനാട്ടമി ഓഫ് ദി system. The first 3 steps concern local analysis at the unit level, while other 3 steps are for global analysis at system level. അപ്പൊ ആദ്യത്തെ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് യൂണിറ്റ് ലെവൽ ആണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് അവിടെ എന്ന് പറയുന്നത് സിസ്റ്റം ലെവൽ ആയിരിക്കും അവിടെ നടക്കുന്ന ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. എത്രയാണ് എന്തിനകത്ത് വരുന്നത് നമ്മുടെ റിവേഴ്സ് എഞ്ചിനീയറിംഗിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയാണ്. അപ്പൊ റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? റീ എഞ്ചിനീയറിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എക്സാമിനേഷൻ ആൻഡ് അൾട്രേഷൻ ഓഫ് subject system to reconstitute in a new form and subsequent implementation of the new form. അപ്പം റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ അതിന്റെ ഇന്റേണൽ കോഡിനകത്ത് ചേഞ്ചസ് വരുത്തുകയാണ് ചെയ്യുന്നത്. റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള സാധനത്തിനെ നമ്മൾ എന്താണ് വീണ്ടും റീബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, റീ ഇംപ്ലിമെന്റേഷൻ നമ്മൾ ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ സിസ്റ്റം പഴയതായി, അതിനകത്ത് പഴയ വേർഷൻസ് കാര്യങ്ങളും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വീണ്ടും എന്നാ ചെയ്യാൻ പറ്റും, റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് നമ്മുടേതായ ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ രീതിക്ക് പുതിയ മോഡിഫിക്കേഷൻസ് പുതിയ വേർഷൻസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്കത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് എവിടെ നടക്കുന്നത്, റീ എഞ്ചിനീയറിംഗിനകത്ത് നടക്കുന്നത്. അതായത് ഇൻ അതർ വേർഡ്സ് റീ എഞ്ചിനീയറിംഗ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എ software system. Re-engineering is often not undertaken to improve maintainability, but it is used to replace aging legacy systems. Formally defining software re-engineering is any activity that improve one's understanding of software, prepare or improve software itself, usually for increased maintainability, reusability or evolvability. Okay. Then re-engineering entails some form of reverse engineering to create a more abstract view of the system. A regeneration of this abstraction view followed by the forward engineering activities to realize the system in new form. ഡയഗ്രം നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പ്രസൻസ് ഓഫ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് സ്റ്റെപ്പ് ഡിസ്റ്റിംഗ്വിഷ് റീ എഞ്ചിനീയറിംഗ് ഫ്രം റീസ്ട്രക്ചറിംഗ് എ ലെറ്റർ കൺസ്റ്റിറ്റ്യൂട്ടിംഗ് ട്രാൻസ്ഫോമിംഗ് ആൻ ആർട്ടിഫാക്ട് ഫ്രം ദ വൺ ഫോം ഓഫ് അനദർ ദാറ്റ് സെയിം റിലേറ്റീവ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. അപ്പം റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വീണ്ടും എന്ത് ചെയ്യുകയാണ്, റീകൺസ്ട്രക്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അതായത് പുതിയ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ വീണ്ടും റീബിൽഡ് ചെയ്യും. അതാണ് റീ എഞ്ചിനീയറിംഗിനകത്ത് നടക്കുന്നത്. അപ്പം റീ എഞ്ചിനീയറിംഗ് ഹാസ് ടു ഇമ്പോർട്ടൻറ്റ് ഫോർ സെവറൽ റീസൺസ്. അപ്പൊ മെയിൻ റീസൺസ് ഇവിടെ തന്നിട്ടുണ്ട്. റീ എഞ്ചിനീയറിംഗ് ക്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് ആൻ ഓർഗനൈസേഷൻ evaluation risk. പിന്നെന്താണ് re-engineering can help an organization recoup its investment in software. Re-engineering can make software easier to change. Re-engineering is a big business. Re-engineering capability extend case tool set. Re-engineering is a catalyst for automatic software maintenance. Re-engineering is a catalyst for applying artificial intelligence technique to solve software re-engineering problems. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് റീ എഞ്ചിനീയറിംഗിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രോസസ്സുകൾ എന്ന് പറയുന്നത്.
അപ്പൊ അതിന്റെ ഡയഗ്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഫൈനലി റീ എഞ്ചിനീയറിംഗ് ടൂൾസ് ഓഫൺ ഫെയിൽ ടു ടേക്ക് എങ്ങനെയാണെന്നുള്ളത് കണ്ടോ. എക്സിസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്. അവിടെ എന്താണ് എക്സിസ്റ്റിംഗ് സിസ്റ്റം, അതിന് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തെങ്കിലല്ലേ ഇന്റേണൽ കോഡിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അബ്സ്ട്രാക്ട് വ്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നത്, നമ്മൾ അതിനെ അനലൈസ് ചെയ്തു, റീഡിസൈൻ ചെയ്ത്, എൻഹാൻസ് ചെയ്തു, റീ ആർക്കിടെക്ചറിങ് ഒക്കെയാണ് അതിനകത്ത് നടക്കുന്നത്. പിന്നെ നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്, ഫോർവേഡ് എഞ്ചിനീയറിംഗ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, റീ എഞ്ചിനീയർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് റിവേഴ്സ് ആൻഡ് റീ എഞ്ചിനീയറിംഗിന്റെ ഡയഗ്രം എന്ന് പറയുന്നത് കേട്ടോ. അത് രണ്ടും കൂടെ ഒരൊറ്റ ഡയഗ്രം ആയിട്ട് കാണിച്ചിരിക്കുക. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഈ ഡയഗ്രം കേട്ടോ. കാരണം റിവേഴ്സ് ആൻഡ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എക്സാമിന് മിക്കപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഡയഗ്രം ഉൾപ്പെടെ വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. അപ്പം ആദ്യം എന്താണ് എക്സിസ്റ്റിംഗ് സിസ്റ്റം, അവിടെ എന്തോ നമ്മൾ ചെയ്യുന്ന റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രോസസ്സ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ നടക്കുന്നത്, നമ്മൾ അതിന്റെ ഇന്റേണൽ കോഡിനെ ആയിരിക്കും മോഡിഫൈ ചെയ്യുന്നത്, അല്ലെ, സോഴ്സ് കോഡിനെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് അതിന്റെ ഒരു അബ്സ്ട്രാക്ട് വ്യൂ നമ്മൾ എടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്ന അബ്സ്ട്രാക്ട് വ്യൂവിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്, റീഡിസൈൻ ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് എൻഹാൻസ്മെന്റ് ഉണ്ട്, പിന്നെന്താണ് റീ ആർക്കിടെക്ചർ ഉണ്ട്. നമ്മൾ അതിനെ റീ ആർക്കിടെക്ചർ ചെയ്യുന്നുണ്ട്. അത്രയാണ് എവിടെ നടക്കുന്ന പ്രോസസ്സ്, ഈ അബ്സ്ട്രാക്ട് വ്യൂവിനകത്ത് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, അത് കഴിഞ്ഞിട്ട് അത് ഇപ്പൊ റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ നിന്നാണ് നമ്മൾ വന്നത്. അപ്പൊ നെക്സ്റ്റ് എന്താണ് ഫോർവേഡ് എഞ്ചിനീയറിംഗ്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, റീ എഞ്ചിനീയർഡ് സിസ്റ്റം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം റിവേഴ്സ് എഞ്ചിനീയറിംഗ് റീ എഞ്ചിനീയറിംഗ് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് കിട്ടിയോ? റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ അത് പർപ്പസ് വൈസ് ഡിഫറൻസ് പറയുമ്പോഴേക്കും റിവേഴ്സ് എഞ്ചിനീയറിംഗ് എയിം ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. റീ എഞ്ചിനീയറിംഗ് എയിം ടു എന്താണ്, ക്രിയേറ്റ് എ ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് വേർഷൻ. ഓക്കെ, അതായത് മെയിൻ പർപ്പസ് ഓഫ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓൾറെഡി ഉള്ള സിസ്റ്റത്തിനെ മനസ്സിലാക്കുക, അല്ലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എയിം ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. റീ എഞ്ചിനീയറിംഗ് എയിം ടു ക്രിയേറ്റ് എ ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് വേർഷൻ. പിന്നെ അതിന്റെ സ്കോപ്പിന്റെ ബേസിൽ വരുമ്പോഴേക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടിപ്പിക്കലി ഇൻവോൾവ് അനലൈസിങ് എ സ്പെസിഫിക് കമ്പോണന്റ് ഓർ മൊഡ്യൂൾ. ഓക്കെ, റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്താണ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടിപ്പിക്കലി ഇൻവോൾവ്സ് അനലൈസിങ് എ സ്പെസിഫിക് കമ്പോണന്റ് ഓർ മൊഡ്യൂൾ. റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാലോ ഇൻവോൾവ് റീബിൽഡ് ഓർ റീഡിസൈൻ ദ എൻറ്റയർ സിസ്റ്റം. ഓക്കെ, അപ്പം റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്താണ്, ഒരു സ്പെസിഫിക് കമ്പോണന്റ് അല്ലെ ഒരു മൊഡ്യൂളിനെ അവർ അനലൈസ് ചെയ്യുവാണ് ചെയ്യുന്നത്. പക്ഷെ റീ എഞ്ചിനീയറിംഗിനകത്തോ അതിനെ നമ്മൾ റീബിൽഡ് അല്ലെ റീഡിസൈൻ ചെയ്യുമായിരിക്കും ചെയ്യുന്ന എൻറ്റയർ സിസ്റ്റത്തിന്. ഔട്ട്പുട്ട് ബേസ് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും ഡിഫറൻസ് വരുന്നത്, റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രൊഡ്യൂസ് എ ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എക്സിസ്റ്റിംഗ് സിസ്റ്റം, അല്ലെ, അതായത് നമുക്ക് അതിനെപ്പറ്റി ഒരു നോളജേ കിട്ടുന്നുള്ളൂ. പക്ഷെ റീ എഞ്ചിനീയറിംഗ് ആണെങ്കിലോ നമുക്ക് പുതിയ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്.
ഇനി അപ്രോച്ച്, റിവേഴ്സ് എഞ്ചിനീയറിംഗിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്ന ബോട്ടം അപ്പ് അപ്രോച്ച് ആയിരിക്കും. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കോഡിംഗ് ടു ഡിസൈനിലേക്കായിരിക്കും നമ്മൾ ഇതിനെ പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് അല്ലെ മെത്തേഡ് എന്ന് പറയുന്നത് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? കോഡിംഗിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഡിംഗ് ടു ഡിസൈനിലേക്കായിരിക്കും ഇത് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് നമ്മൾ പറയുന്നത്. റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് അപ്രോച്ച് ആണ്? ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം അത് എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? റിക്വയർമെന്റ് ടു വർക്കിംഗ് കോഡിലേക്കായിരിക്കും അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? എക്സിസ്റ്റിംഗ് സിസ്റ്റം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാലോ എയിം ടു ക്രിയേറ്റ് ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് വേർഷൻ. പിന്നെന്താണ് അതിന്റെ സ്കോപ്പ് വൈസ് വരുമ്പോഴേക്ക് എന്താണ്? റിവേഴ്സ് എഞ്ചിനീയറിംഗ് typically involve analyzing a specific component or module, while re-engineering involve rebuild or redesign the entire system. ഇനി ഔട്ട്പുട്ട് ബേസ്ഡ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയുള്ള ഒരു നോളജ് ആയിരിക്കും നമുക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗിനകത്ത് കിട്ടുന്നത്. റീ എഞ്ചിനീയറിംഗിനകത്ത് നമുക്ക് പുതിയൊരു സിസ്റ്റം ആയിരിക്കും കിട്ടുന്നത്. പിന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗിനകത്ത് നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ റീ എഞ്ചിനീയറിംഗിനകത്ത് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ അപ്രോച്ച് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള കീ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇനി എസ്റ്റിമേഷൻ ഓഫ് അപ്രോക്സിമേറ്റ് മെയിൻ്റനൻസ് കോസ്റ്റ്. അതായത് നമുക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇതിനകത്ത് വരുന്നത് നമ്മളൊരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതേപോലെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് ത്രൂ ഔട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. അപ്പൊ അതിനൊക്കെ എന്താണ് ഒരു കോസ്റ്റ് വരുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം it is well known that maintenance support require about 60% of total life cycle cost for typical software product. However, maintenance costs vary widely from one application domain to another. For embedded system, maintenance cost can be much to 2 to 4 times development cost. Boham proposed the formula for estimating maintenance cost, the part of COCOMO cost estimation model. Boham maintenance cost estimation made terms of quantity called annual change traffic, ACT. Boham defined the ACT as a fraction of software product source instructions into undergo change during the typical year, either the addition or deletion. അപ്പോൾ തന്നിരിക്കുന്നുണ്ടോ ACT is equal to calloc added plus calloc deleted divided by calloc total. അപ്പം calloc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കിലോ ലൈൻസ് ഓഫ് സോഴ്സ് കോഡ് ആഡഡ് ഡ്യൂറിങ് മെയിൻ്റനൻസ് ആണ് കേട്ടോ. ആഡഡ് എന്ന് പറഞ്ഞത് മെയിൻ്റനൻസ് ഫേസിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ലൈൻ ഇല്ല, അതായത് ഇതിന്റെ ലൈനിന്റെ എണ്ണത്തിന്റെ ബേസിലാണ് നമ്മൾ കോഡ് പറയുന്നത്. അന്ന് അപ്പം മെയിൻ്റനൻസ് ടൈമിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ലൈനുകളുടെ എണ്ണം അതാണ് എന്തെന്ന് പറയുന്നത്? KLOC ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ കിലോ ലൈൻസ് ഓഫ് സോഴ്സ് കോഡ് ആഡഡ് ഡ്യൂറിങ് മെയിൻ്റനൻസ്. KLOC ഡിലീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് ടോട്ടൽ KLOC deleted during maintenance. അപ്പോൾ thus the code is changed should counted in both the code added and code deleted. ഓക്കെ, അത് തമ്മിൽ നമ്മൾ കൗണ്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഡിവൈഡ് ബൈ എന്താണ്? ടോട്ടൽ ആയിരിക്കും. The annual change traffic ACT is multiplied with the total development cost to arrive with the maintenance cost. ഓക്കെ, അപ്പൊ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ACT into development cost. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എപ്പോഴേക്ക് ആവശ്യം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പ്രൊജക്ട് ചെയ്യുന്ന ടൈമിലേക്ക് ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ ഇതൊന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പം തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച റിവേഴ്സ് ആൻഡ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കിക്കോണം. നമുക്ക് ഇത് ഏതായാലും തീർത്തിട്ട് നമുക്ക് ബാക്കി എന്താ റിവിഷനിലേക്ക് പോവാം കേട്ടോ. അപ്പൊ നാളെ നമുക്ക് ഫുള്ള് ഉണ്ടല്ലോ. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് വരുന്ന സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ് SQA ആണ്. അപ്പൊ ഇതും തിയറി വൈസ് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ്. ഇത് ടേം സോഫ്റ്റ്വെയർ ക്വാളിറ്റി refers to conformance to explicitly stated requirement and standard as well as implicit characteristic that customers assume will present in any professionally developed software. SQA group must look at software from the customer's perspective as well as assigning in technical merit. Software quality assurance control version among product. അപ്പൊ ഇത് നോക്കി, സോഫ്റ്റ്വെയർ ക്വാളിറ്റിയുടെ ഒരു ഡെഫിനേഷൻ അവിടെ തന്നിരിക്കുന്നുണ്ടോ? A systematic planned set of actions necessary to provide adequate confidence that the software development process or the maintenance process of the software system product conforms to established functional technical requirement as well as with the managerial requirement of keeping the schedule and operating within budgetary confines. ഓക്കെ, അപ്പൊ സോഫ്റ്റ്വെയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു സോഫ്റ്റ്വെയറിന്റെ എന്താ സക്സസ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്? അതിന്റെ ക്വാളിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനകത്ത് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പം അത് അനലൈസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അതായത് SQ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് കൺസിസ്റ്റ് ഓഫ് മീൻസ് ഓഫ് മോണിറ്ററിംഗ് ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ് ആൻഡ് methods used to ensure quality. It does by means of audit of quality management system under which a software system is created. These audit are backed by the one or more standards, usually ISO 900 സ്റ്റാൻഡേർഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാളിറ്റി കൺട്രോൾ ഈസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. അതായത് സോഫ്റ്റ്വെയർ റിക്വയർമെന്റിന് നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്, ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ക്യാരിഡ് ഔട്ട് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് വിത്ത് ഹോൾഡിംഗ് പ്രോഡക്റ്റ് ഫ്രം ഷിപ്മെന്റ് ഓഫ് ദേ do not qualify. Quality assurance is meant to minimize the cost of the quality by introducing a variety of activities throughout the development process and maintenance process in order to prevent the cause of error, detect them and correct them in early stages of the development. Okay, the result of quality assurance substantially reduces the rate of non-qualifying product. Software quality control is a control of product. Software quality assurance is a control of process. Okay. പിന്നെ സോഫ്റ്റ്വെയർ എറർ ഫോൾട്ട് ഫെയിലിയർ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സോഫ്റ്റ്വെയർ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സോഫ്റ്റ്വെയർ എറർ in this section is the code of the incorrect as a result of grammatical, logical, other mistake made by the system analyst, a programmer or any other member of the software development team. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീം, അതായത് നമ്മുടെ പ്രോഗ്രാമിങ്ങിനകത്ത് വരുന്ന എറർ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എറർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റീസൺസ് പറഞ്ഞിരിക്കുന്നുണ്ട്. ഫോൾട്ടി റിക്വയർമെന്റ്, client developer communication failure, deliberate deviation from the software requirement, logical design errors, coding errors, non-compliance with the documentation of coding instruction, shortcoming of the testing process, procedure errors, documentation errors ഒക്കെയാണ് വരുന്നത്. ഇനി സോഫ്റ്റ്വെയർ ഫോൾട്ട് എന്ന് പറഞ്ഞാലോ, സോഫ്റ്റ്വെയർ ഫോൾട്ട് ആറ് സോഫ്റ്റ്വെയർ എറേഴ്സ് ദാറ്റ് കോസ് ഇൻകറക്റ്റ് ഫങ്ഷനിങ് ഓഫ് എ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ഫെയിലിയർ എന്ന് പറഞ്ഞാലോ, software fault become software failure only when they are activated. ഓക്കെ, അപ്പൊ ഇത് ഓരോന്നും കണക്റ്റഡ് ആണ്. എറർ മൂലം ഫോൾട്ട് ഉണ്ടാവുന്നു, ഫോൾട്ട് മൂലം എന്തുണ്ടാവുന്നു? ഫെയിലിയർ ഉണ്ടാവുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി. അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ഇൻക്ലൂഡ് all cost incurred in pursuit of the quality in performing the quality related activity. The basis of normalization is almost always dollars. Once we have the normalized quality cost in dollar basis, we have necessarily data to evaluate other opportunities like improve our process. The quality cost may be divided into cost associated with the prevention, appraisal and failure. അത്രയും കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കോസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ പ്രിവെൻഷൻ കോസ്റ്റിനകത്ത് ക്വാളിറ്റി പ്ലാനിങ് ഉണ്ട്, ഫോർമൽ ടെക്നിക്കൽ റിവ്യൂസ് ഉണ്ട്, ടെസ്റ്റ് എക്യുപ്മെന്റ് ഉണ്ട്, പിന്നെ എന്താണ് ട്രെയിനിങ് ഉണ്ട്. അപ്രീഷ്യൽ കോസ്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഇറ്റ് ഇൻക്ലൂഡ് ആക്ടിവിറ്റീസ് ടു ഗെയിൻ ഇൻസൈറ്റ് ഇൻ ടു പ്രോഡക്റ്റ് കണ്ടീഷൻ, ഫസ്റ്റ് ടൈം ത്രൂ ആണ് വരുന്നത്. അതായത് ഇൻ പ്രോസസ് ആൻഡ് ഇന്നർ പ്രോസസ് ഇൻസ്പെക്ഷൻ ഉണ്ട്, എക്യുപ്മെന്റ് കാലിബ്രേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഉണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്. അതാണ് അപ്രീഷ്യൽ കോസ്റ്റിനകത്ത് വരുന്നത്. ഇനി ഫെയിലിയർ കോസ്റ്റ് വരുമ്പോഴോ അതിനകത്ത് എന്തൊക്കെയായിരിക്കും വരുന്നത്? The cost would be disappear if no defect appeared before shipping a product to customers. Failure cost may be subdivided into internal failure cost and external failure cost എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്റേണൽ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറഞ്ഞാലോ,
are cost incurred when we detect an error in our product prior to shipment. ഓക്കെ, അപ്പൊ അതിനകത്ത് റീവർക്ക്, റിപ്പയർ, ഫെയിലിയർ മോഡ് അനാലിസിസ് വരും. ഇനി എക്സ്റ്റേണൽ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ദിസ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഡിഫക്ട് ഫൗണ്ട് ആഫ്റ്റർ ദി പ്രോഡക്റ്റ് ഹാവ് ബീൻ ഷിപ്ഡ് ടു ദി കസ്റ്റമർ. അപ്പൊ ഒന്ന് എന്തായിരിക്കും, എപ്പോഴായിരിക്കും നമ്മൾ കാണുന്നത്? വി ഡിറ്റക്ട് ആൻ എറർ ഇൻ അവർ പ്രൊഡക്റ്റ് പ്രയർ ടു ഷിപ്മെന്റ്. അതാണ് ഇന്റേണൽ വരുന്നത്. എക്സ്റ്റേണൽ വരുമ്പോഴോ എന്താണ്? ആഫ്റ്റർ ദി പ്രൊഡക്റ്റ് ഹാസ് ബീൻ ഷിപ്ഡ് ടു കസ്റ്റമർ ആണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് തന്നിരിക്കുന്നുണ്ടോ? കംപ്ലൈന്റ് റെസൊല്യൂഷൻ ഉണ്ട്, പ്രോഡക്റ്റ് റിട്ടേൺ ഉണ്ട്, റീപ്ലേസ്മെന്റ് ഉണ്ട്, ഹെൽപ്പ് ലൈൻ സപ്പോർട്ട് ഉണ്ട്, വാറന്റി വർക്ക് ഉണ്ട്. ഓക്കെ, ഇനി സോഫ്റ്റ്വെയർ ക്വാളിറ്റി മോഡൽസ്. നമുക്ക് രണ്ട് മോഡൽസ് ആണ് വരുന്നത്. ഒന്ന് മാക്കോൾ സോഫ്റ്റ്വെയർ ക്വാളിറ്റി മോഡലും വരുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് ISO മോഡലാണ് വരുന്നത്. ISO 9126 സോഫ്റ്റ്വെയർ ക്വാളിറ്റി മോഡലും ആണ് വരുന്നത്. അപ്പം ഫസ്റ്റ് മോഡൽ മാക്കോൾ സോഫ്റ്റ്വെയർ ക്വാളിറ്റി മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the concept of software quality and efforts are understood in terms of measurable quantities. That is, quality factors and quality criteria was attempted by Markol. Okay, അപ്പം ഈ മോഡലിനകത്ത് നമ്മൾ എന്തായിരിക്കും? നമ്മൾ സോഫ്റ്റ്വെയർ ക്വാണ്ടിറ്റീസിനെ നമ്മൾ മെഷർ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്വാളിറ്റി ഫാക്ടേഴ്സും ക്വാളിറ്റി ക്രൈറ്റീരിയ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പൊ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനായിരിക്കും? ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി സിസ്റ്റം ആയിരിക്കും എന്നത്. ക്വാളിറ്റി ഫാക്ടർ ആർ എക്സ്റ്റേണൽ ആട്രിബ്യൂട്ട് ഓഫ് എ system. Customers, software developers and quality assurance engineers are interested in different quality factors to different extents. For example, customer may want to efficient and reliable software with less concern for a portability. The developers try to meet a customer need to making their system efficient and reliable, at the same time making the product portable and reusable to reduce the cost of the software development. Okay. അപ്പം ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് പല കാറ്റഗറി ആയിട്ട് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വരുന്ന എന്താണ്? ഒന്ന് പ്രൊഡക്റ്റ് ഓപ്പറേഷൻ വരുന്നുണ്ട്. അപ്പൊ പ്രൊഡക്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ദ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദ ഓപ്പറേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതിനകത്ത് പല കാര്യങ്ങൾ, അതായത് പ്രൊഡക്റ്റ് ഓപ്പറേഷനകത്ത് 5 ഫാക്ടേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് ഓപ്പറേഷണൽ പെർഫോമൻസ് വരുന്നുണ്ട്, പിന്നെ കൺവീനിയൻസ് ഉണ്ട്, ഈസ് ഓഫ് യൂസേജ് ഉണ്ട്, ആൻഡ് കറക്റ്റ്നെസ് ഉണ്ട്. ഇതിന്റെ ബേസിലായിരിക്കും പ്രൊഡക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നിൽക്കുന്നത്. അപ്പൊ കറക്റ്റ്നെസ്, എഫിഷ്യൻസി, ഇന്റഗ്രിറ്റി, റിലയബിലിറ്റി, യൂസബിലിറ്റി ഒക്കെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി എന്താണ്? പ്രൊഡക്റ്റ് റിവിഷൻ. പ്രൊഡക്റ്റ് റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് ഫാക്ടേഴ്സ് പെർട്ടൈൻ ടു ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനബിലിറ്റി ഓഫ് ദി സോഫ്റ്റ്വെയർ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പം മെയിൻ്റനബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, ടെസ്റ്റബിലിറ്റി ഒക്കെയാണ് ഇവിടെ നടക്കുക, പ്രൊഡക്റ്റ് റിവിഷനകത്ത് നടക്കുന്നത്. ഇനി പ്രോഡക്റ്റ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്ലാറ്റ്ഫോം, അതായത് ട്രാൻസ്ഫർ ചെയ്ത പ്രൊഡക്റ്റ് ഫ്രം വൺ പ്ലാറ്റ്ഫോം ടു അനദർ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫ്രം വൺ ടെക്നോളജി ടു അനദർ ടെക്നോളജി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊഡക്റ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് പ്രോസസ്സുകൾ നടക്കുന്നത്? പോർട്ടബിലിറ്റി, റിയൂസബിലിറ്റി ആൻഡ് ഇന്റർ ഓപ്പറബിലിറ്റി ആയിരിക്കും ഇതിന്റെ മെയിൻ ഫേസുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഡയഗ്രാം തന്നിരിക്കുന്നത്. പ്രൊഡക്റ്റ് ട്രാൻസിഷൻ, പ്രൊഡക്റ്റ് റിവിഷൻ, പ്രൊഡക്റ്റ് ഓപ്പറേഷൻ. അപ്പൊ അവിടെ ഓരോന്നിനകത്ത് നടക്കുന്ന ഫംഗ്ഷനുകൾ എന്തൊക്കെയാണെന്നുള്ളത്. പ്രൊഡക്റ്റ് ഓപ്പറേഷനകത്ത് എന്തൊക്കെയാണ്? കറക്റ്റ്നെസ്, എഫിഷ്യൻസി, ഇന്റഗ്രിറ്റി, റിലയബിലിറ്റി ആൻഡ് യൂസബിലിറ്റി. പ്രൊഡക്റ്റ് റിവിഷനകത്താണെങ്കിലോ മെയിൻ്റനബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ടെസ്റ്റബിലിറ്റി. പ്രൊഡക്റ്റ് ട്രാൻസിഷനകത്താണല്ലോ പോർട്ടബിലിറ്റി, റിയൂസബിലിറ്റി ആൻഡ് ഇന്റർഓപ്പറബിലിറ്റി. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? മാക്കോളിന്റെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ 3 ഫാക്ടേഴ്സ് ആണ് വരുന്നത്. അതിനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് 3 ഫാക്ടേഴ്സ്? പ്രൊഡക്റ്റ് ഓപ്പറേഷൻ, പ്രൊഡക്റ്റ് റിവിഷൻ ആൻഡ് പ്രൊഡക്റ്റ് ട്രാൻസിഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്ന എന്താണ്? ISO 9126 സോഫ്റ്റ്വെയർ ക്വാളിറ്റി മോഡൽ ആണ്. അപ്പൊ എന്താ? ഡിഫൈൻ ജനറൽ ഫ്രെയിംവർക്ക് ഫോർ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ആൻഡ് എക്സ്പെർട്ട് ഗ്രൂപ്പ് അണ്ടർ ദ ഏജൻസീസ് ഓഫ് ISO ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഡോക്യുമെന്റ് ആണ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 6 ബോർഡ് ഇൻഡിപെൻഡന്റ് ക്വാളിറ്റീസ് ആണ് ഇവിടെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണത്? ഫംഗ്ഷനാലിറ്റി, റിലയബിലിറ്റി, യൂസബിലിറ്റി, എഫിഷ്യൻസി, മെയിൻ്റനബിലിറ്റി ആൻഡ് പോർട്ടബിലിറ്റി. അപ്പൊ അതാണ് ആരുടെ ഫാക്ടേഴ്സ്? ISOയുടെ ക്വാളിറ്റി മോഡൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ക്വാളിറ്റി മോഡൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫംഗ്ഷനാലിറ്റി ഉണ്ട്, റിലയബിലിറ്റി ഉണ്ട്, മെയിൻ്റനബിലിറ്റി ഉണ്ട്, യൂസബിലിറ്റി, എഫിഷ്യൻസി ആൻഡ് പോർട്ടബിലിറ്റി. അപ്പൊ ഫംഗ്ഷനാലിറ്റിനെ തന്നെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? സ്യൂട്ടബിലിറ്റി, ആക്യുറസി, ഇന്റർ ഓപ്പറബിലിറ്റി ആൻഡ്
സെക്യൂരിറ്റി. അതാണ് എന്തിനകത്ത് വരുന്ന ഫങ്ഷണാലിറ്റിക്കകത്ത് വരുന്നത്. അപ്പൊ സ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, എല്ലാ ടാസ്കും ഒബ്ജക്റ്റീവ്സും ഒക്കെ അവിടെ എന്തായിരിക്കും, സ്യൂട്ടബിൾ ആയിരിക്കണം. ആക്യുറസി എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് ആയിരിക്കണം. ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം, അത് എവിടെ വേണേലും എന്താ ഇന്ററാക്ട് ചെയ്യാൻ, ഏത് സ്പെസിഫൈഡ് സിസ്റ്റത്തിലും ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ അത് സെക്യൂർ ആയിരിക്കണം. ഇനി റിലയബിലിറ്റിനെ നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്ന, സബ്ഡിവൈഡ് ചെയ്തിരിക്കുന്ന എങ്ങനെയൊക്കെയാ, അതിനകത്ത് മച്യൂരിറ്റി വരുന്നുണ്ട്, ഫോൾട്ട് ടോളറൻസ് വരുന്നുണ്ട്, റിക്കവറബിലിറ്റി വരുന്നുണ്ട്. ഇനി യൂസബിലിറ്റിക്കകത്ത് സബ് ഡിവിഷൻ വന്നിരിക്കുന്ന എന്തൊക്കെയാണ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, ലേണബിലിറ്റി, ഓപ്പറബിലിറ്റി ആൻഡ് അട്രാക്റ്റീവ്നെസ് ആണ് വരുന്നത്. ഇനി എഫിഷ്യൻസിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്, ടൈം, ബിഹേവിയർ ആൻഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആണ് വരുന്നത്. മെയിൻറ്റനബിലിറ്റിക്കകത്ത് എന്തൊക്കെയാ വരുന്നത്, അനലൈസബിലിറ്റി, ചേഞ്ചബിലിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് ടെസ്റ്റബിലിറ്റി ആണ് വരുന്നത്. ഇനി പോർട്ടബിലിറ്റിക്കകത്ത് എന്തൊക്കെയാ വരുന്നത്, അഡാപ്റ്റബിലിറ്റി, ഇൻസ്റ്റോളബിലിറ്റി, കോ എക്സിസ്റ്റൻസ് ആൻഡ് റീപ്ലേസബിലിറ്റി. ഓക്കെ, അപ്പൊ അത് ഓരോന്നും എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആ പേര് പറയുന്നത് പോലെ തന്നെയാണ് അതിന്റെ ഡെഫിനിഷനും വരുന്നത് കേട്ടോ. അപ്പൊ യൂസബിലിറ്റി, ഫോൾട്ട് ടോളറൻസ്, മച്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, സോഫ്റ്റ്വെയർ ഈസ് ടു അവോയ്ഡ് ഫെയിലിയർ ആസ് റിസൾട്ട് ഓഫ് ഫോൾട്ട് ഇൻ സോഫ്റ്റ്വെയർ. ഫെയിലിയർ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഫോൾട്ട് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, സ്പെസിഫൈഡ് ലെവൽ ഓഫ് പെർഫോമൻസിനെ, അതായത് സോഫ്റ്റ്വെയർ ഫോൾട്ടിനെ നമ്മൾ ടോളറേറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ റിക്കവറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുക പെർഫോമൻസ് ലെവലും കാര്യങ്ങളും ഒക്കെ. അണ്ടർസ്റ്റാൻഡബിലിറ്റി അറിയാമല്ലോ, അതായത് യൂസർക്ക് നമ്മുടെ സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യാനുള്ള, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ലേണബിലിറ്റി, പിന്നെ ഓപ്പറബിലിറ്റി, അട്രാക്റ്റീവ്നെസ് ഉണ്ട്. ടൈം, ബിഹേവിയർ, റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഒക്കെ കോമൺ ആയിട്ട് വരുന്ന. മെയിൻറ്റനബിലിറ്റി, അനലൈസബിലിറ്റി അറിയാമല്ലോ, ചേഞ്ചബിലിറ്റി, സ്റ്റെബിലിറ്റി, ടെസ്റ്റബിലിറ്റി. പോർട്ടബിലിറ്റിക്കകത്ത് അഡാപ്റ്റബിലിറ്റി, ഇൻസ്റ്റാളബിലിറ്റി, കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കോ എക്സിസ്റ്റ് വിത്ത് വൺ ഇൻഡിപെൻഡന്റ് സോഫ്റ്റ്വെയർ ഇൻ എ കോമൺ എൻവയോൺമെന്റ് ഷെയറിംഗ് കോമൺ റിസോഴ്സ്. പിന്നെ അതിന്റെ രണ്ടിന്റെയും കൂടെ ഡിഫറൻസസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ISO 9126 മോഡൽ എംഫസിസ് ക്യാരക്ടറിസ്റ്റിക് വിസിബിൾ ടു ദ യൂസേഴ്സ്. വേറെ സ്മാർട്ട് മോഡൽ എന്ന് പറയുന്നത് ഇന്റേണൽ ക്വാളിറ്റീസ് ആയിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ISOയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന, ISO മോഡലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് യൂസേഴ്സിന് വിസിബിൾ ആയിരിക്കും. മറ്റേത് എന്തായിരിക്കും, ഇന്റേണൽ ക്വാളിറ്റീസ് ആയിരിക്കും പറയുന്നത്. ഇനി മാർക്സ് മോഡലിനകത്ത് വൺ ക്വാളിറ്റി ക്രൈറ്റീരിയൻ ക്യാൻ ഇമ്പാക്ട് സെവറൽ ക്വാളിറ്റി ഫാക്ടേഴ്സ്. ISOയ്ക്കകത്തോ sub characteristics impact exactly one quality characteristics. ഇനി high level quality factors such as testability in McCall model ആയിരിക്കും. low level sub categories in maintainability of ISO model ആയിരിക്കും. അതായത് high quality factor ആയിരിക്കും McCall മോഡലിനകത്ത് വരുന്നത്. low quality factors ആയിരിക്കും എവിടെ വരുന്നത്, ISOയ്ക്കകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് കംപ്രൈസ് ഓഫ് വെറൈറ്റി ഓഫ് ടാസ്ക് അസോസിയേറ്റ് വിത്ത് 2 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഹു ഡു ടെക്നിക്കൽ വർക്ക് ആൻഡ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ഗ്രൂപ്പ് ദാറ്റ് ഹാസ് റെസ്പോൺസിബിലിറ്റി ഫോർ ക്വാളിറ്റി അഷുറൻസ് പ്ലാനിംഗ്, ഓവർസൈറ്റ്, റെക്കോർഡ് കീപ്പിംഗ്, അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ്. അതൊക്കെയാണ് അവരുടെ മെയിൻ ഫേസ് ടാസ്കുകൾ എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ അവരുടെ പ്ലാൻ എങ്ങനെയൊക്കെയാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസിന്റെ ആക്ടിവിറ്റീസ് അല്ലെ പ്ലാനുകൾ അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് എന്താണ്, ഇവാലുവേഷൻ ടു ബി പെർഫോംഡ്, ഓഡിറ്റ് ആൻഡ് റിവ്യൂസ് ടു ബി പെർഫോംഡ്, standards that are applicable to the project, procedures for error reporting and tracking, document to be produced by the software quality assurance group, amount of feedback provided to the സോഫ്റ്റ്വെയർ പ്രൊജക്ട് ടീം. ഇനി ഫോർമൽ ടെക്നിക്കൽ റിവ്യൂസ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. FTR ഈസ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ആക്ടിവിറ്റി പെർഫോംഡ് ബൈ ആരെ പെർഫോം ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ടു കവർ എറേഴ്സ് ഇൻ ഫംഗ്ഷൻ ലോജിക്, പിന്നെന്താണ്, ടു വെരിഫൈ ദ സോഫ്റ്റ്വെയർ അണ്ടർ ദ റിവ്യൂ മീറ്റ്സ് ഇറ്റ് റിക്വയർമെന്റ്, ടു എൻഷുർ ദ സോഫ്റ്റ്വെയർ ഹാസ് ബീൻ റെപ്രസെന്റ് അക്കോർഡിംഗ് പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ്സ്, അത് എൻഷുർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെന്താണ്, to achieve the software that is developed in a uniform manner. പിന്നെ the project are more manageable. അതൊക്കെയാണ് എന്തിന്റെ ഫാക്ടേഴ്സ് വരുന്നത്, ഒബ്ജക്റ്റീവ് വരുന്നത് FTR-ന്റെ. FTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫോർമൽ ടെക്നിക്കൽ റിവ്യൂസ്. അതെന്താണ് FTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ആക്ടിവിറ്റീസ് ആയിരിക്കും. ആര് പെർഫോം ചെയ്യുന്ന, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് പെർഫോം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്, FTR എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് റിവ്യൂ മീറ്റിംഗ്. റിവ്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും,
റിവ്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പ്രോഡക്റ്റിനെ നമ്മൾ റിവ്യൂ ചെയ്യുക ചെയ്യുന്നത്. അതായത് FTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ പാർട്ട്, നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഒരു ചെറിയ പാർട്ടാണ് ഇത്. അപ്പൊ റിവ്യൂ മീറ്റിംഗിനകത്ത് നമ്മൾ ചെയ്യുന്ന എന്തായിരിക്കും, നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിനകത്ത് ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചെക്കിംഗ് ആയിരിക്കും അവിടെ നമ്മൾ ചെയ്യുന്നത്. അവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, rather than attempting the review the entire design, work thoughts are conducted for each module for small group of modules. അപ്പം അതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, റിവ്യൂ ഷുഡ് ഇൻവോൾവ് 3 to 5 people ആയിരിക്കും വരുന്നത്. അഡ്വാൻസ് പ്രിപ്പറേഷൻ മസ്റ്റ് ബി മെയ്ഡ് ബൈ ഈച്ച് പേഴ്സൺ. ഇത് ഡ്യൂറേഷൻ ഓഫ് റിവ്യൂ മീറ്റിംഗ് ഷുഡ് ബി നോർമലി ലെസ് ദാൻ 2 hours. ഓക്കെ, അതായത് നമ്മുടെ ആ ക്വാളിറ്റി ഫാക്ടേഴ്സ് അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മീറ്റിംഗ്, അതാണ് എന്താന്ന് പറയുന്നത് റിവ്യൂ മീറ്റിംഗ്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്, FTR ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് നമ്മൾ ചെയ്യുന്നത്, ഈ റിവ്യൂ മീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ റിവ്യൂ മീറ്റിംഗിന്റെ എൻഡില് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അക്സെപ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് വർക്ക് പ്രൊഡക്റ്റ് വിത്തൗട്ട് ഫർദർ മോഡിഫിക്കേഷന്. പിന്നെ അല്ലെങ്കിൽ എന്തായിരിക്കും, അതായത് റിവ്യൂ മീറ്റിംഗിന്റെ ഔട്ട്കംസ് എന്തൊക്കെ, അല്ലെ ഔട്ട്പുട്ട് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും, റിജക്ട് ചെയ്ത വർക്ക് പ്രോഡക്റ്റ് ഡ്യൂ ടു സെർവ് എറേഴ്സ് ഓർ അക്സെപ്റ്റ് ചെയ്ത വർക്ക് പ്രോഡക്റ്റ് പ്രൊഫഷണലി. ഓക്കെ, ഇനി റിവ്യൂ റിപ്പോർട്ടിംഗ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. റിവ്യൂ റിപ്പോർട്ടിംഗ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അതായത് സമ്മറൈസ് ചെയ്യുക ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താണ് റിവ്യൂ ചെയ്ത്, ആരാണ് റിവ്യൂ ചെയ്ത്, എന്തൊക്കെയാണ് അതിന്റെ ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻ എന്നുള്ളത്. ഓക്കെ, അതാണ് റിവ്യൂ റിപ്പോർട്ടിംഗ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന റിവ്യൂ ഗൈഡ് ലൈൻസ്. റിവ്യൂ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ ദ പ്രോഡക്റ്റ് നോട്ട് ദ പ്രൊഡ്യൂസർ, സെറ്റ് ചെയ്ത അജണ്ട ആൻഡ് മെയിൻറ്റെയിൻ. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ റിവ്യൂ ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെ ആയിരിക്കണം നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ള പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം എന്തായിരിക്കണം, റിവ്യൂ ചെയ്യാൻ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം, അല്ലാതെ പ്രൊഡ്യൂസർ ആണോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ എന്തായിരിക്കണം, അതിനൊരു കറക്റ്റ് അജണ്ട ഉണ്ടായിരിക്കണം, അത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അങ്ങനെ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ലിമിറ്റ് ചെയ്ത ഡിബേറ്റ് ആൻഡ് റീബ്യൂട്ട്. പിന്നെന്താണ്, enumerate problem areas but don't attempt to solve every problem noted. പിന്നെ taken written notes. പിന്നെ limit the number of participants and insight upon advanced participation. പിന്നെ develop a checklist for each work product and it likely to be reviewed. പിന്നെ allocate resources and time schedule for the FTR. Conduct meaningful training for all reviewer. Review your earlier reviews. അപ്പൊ ഇതൊക്കെയാണ് എന്തിന്റെ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി. റിവ്യൂ ചെയ്യുന്ന എന്നാത്തിനെയാണ്, നമ്മുടെ പ്രൊഡക്റ്റിനെ, സോഫ്റ്റ്വെയറിനെ കേട്ടോ, അതിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയുന്ന റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ റിവ്യൂ മീറ്റിംഗിന്റെ സ്റ്റെപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചുമ്മാ ആണ് റിവ്യൂ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അത് നമ്മൾ അതിനകത്ത് കുറെ പ്രോസസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സുകളുടെ ഔട്ട്പുട്ട് ആണ് എന്തെന്ന് പറയുന്നത് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്താണ്, പ്രൊഡക്റ്റ് റിവ്യൂ നോട്ട് ദ പ്രൊഡ്യൂസർ ആണ്. പിന്നെന്താണ്, സെറ്റ് ആൻഡ് അജണ്ട ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ് ആണ്. പിന്നെന്താണ്, ലിമിറ്റ് ദ ഡിബേറ്റ് ആൻഡ് റിബ്യൂട്ടൽ ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്, enumerate problem areas but don't attempt to solve every problem noted. Taken written notes. Limit the number of participants and insight upon advanced preparation. Develop a checklist for each work product that is likely to be reviewed. Allocate resources and time schedule for conduct meaningful training for all reviewers. Review your earlier reviews. Okay, ഇതൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്, നമ്മുടെ റിവ്യൂവിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് നമ്മുടെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഈ തേർഡ് യൂണിറ്റിനകത്ത് വരുന്നത് കേട്ടോ. ഈ തേർഡ് യൂണിറ്റ് എന്തുവായിരുന്നു, കോൺഫിഗറേഷൻ ആയിരുന്നു അല്ലേ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫണ്ടമെന്റൽസ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പഠിച്ച കോൺഫിഗറേഷൻ, പിന്നെന്താണ് സോഫ്റ്റ്വെയർ മെയിൻ്റെനൻസ്, സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ്. ഇതിനകത്ത് സോഫ്റ്റ്വെയർ മെയിൻ്റെനൻസ് ഇമ്പോർട്ടന്റ് ആണ്. ആ പോർഷനിൽ നിന്ന് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വാളിറ്റി ഫാക്ടേഴ്സും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ മെയിൻ്റെനൻസ് വിട്ട് കളയരുത്, അത് മസ്റ്റ് ആയിട്ടും പഠിച്ചോണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്താ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വരുന്നത്.
നമ്മുടെ ടോപ്പിക്കുകളെല്ലാം കവറായി. അപ്പൊ റിവിഷൻ ഇനിയും കിടപ്പുണ്ട്. അപ്പം നമുക്ക് എന്തായിരുന്നു ഇന്നലെ ഞാൻ ഇന്ന് ER നോക്കാന്നായിരുന്നു പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡേറ്റാബേസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ച് ഡേറ്റാബേസിനകത്ത് വരുന്ന ആട്രിബ്യൂട്ടുകളൊക്കെ നോക്കി വെച്ചിട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി നാളെ എന്താ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവേ ആ ടോപ്പിക്കുകളൊക്കെ. അപ്പം നമ്മുടെ എന്താ ടോപ്പിക്